70ഓളം കുട്ടികളും അധ്യാപകരും എടപ്പാൾ കെയർ വില്ലേജ് ഫിസിയോതെറാപ്പി സെന്റർ സന്ദർശിച്ചു. ആർദ്രതയുടെയും മാനവികതയുടെയും സാന്ത്വനത്തിന്റെയും നല്ല പാഠങ്ങൾ പകർന്നു നൽകിയാണ് മൈസോൺ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേധാവികളും സംഘവും കെയർ വില്ലേജിൽ സന്ദർശനം നടത്തിയത്. നമ്മുടെ എടപ്പാൾ പ്രദേശത്തുള്ള കെയർ വില്ലേജ് ഒരുപാട് ദിവസമായി മക്കളുമായിട്ട് ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നു. അന്നപ്പോൾ മക്കൾക്കും വലിയ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. 2025 ജനുവരി 1 മുതലാണ് നമ്മളിവിടെ ഇവിടെ ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിച്ചത്. സമൂഹത്തിൽ നിർദ്ധരായ രോഗികൾ ഒരുപാട് പേര് നമ്മൾ ദിനേന നല്ലൊരു പൈസ കൊടുത്ത് ഫിസിയോതെറാപ്പി ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തെറാപ്പി നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന അപേക്ഷ പ്രകാരം അവരുടെ വീടുകളിൽ ചെന്ന് സന്ദർശിച്ച് അവരുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റും നോക്കിയതിന് ശേഷമാണ് നമ്മളുടെ ഒരു പേഷ്യൻസിനെ നമ്മൾ എടുക്കാറ്. കുട്ടികളിൽ മനുഷ്യത്വവും പരസ്പര സ്നേഹവും സേവന മനസ്സും വളർത്തിയെടുക്കുന്നതിനും ഇമോഷണൽ കോൺഷ്യസ് വികസിപ്പിക്കുന്നതിനും ഉത്തമ പൗരന്മാരായി രാജ്യത്തിനും സഹജീവികൾക്കും കാരുണ്യ ചിറക് വിരിക്കാൻ പ്രാപ്തരാക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി അക്കാദമിക പാഠങ്ങൾക്കുമപ്പുറം മനുഷ്യനെ സേവിക്കാനും സഹജീവികൾക്ക് കൈത്താങ്ങാകുവാനും പരിശീലിപ്പിക്കുക എന്നതാണ് ഇത്തരം കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് മൈസോൺ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻ MD റാഷിദ് മുക്കത്തിൽ വിശദീകരിച്ചു. കെയർ വില്ലേജ് ഭാരവാഹികളായ ഇസ്മായിൽ KP, റഫീഖ് മാളിയക്കൽ, അഷ്റഫ് N എന്നിവർ കെയറിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഡോക്ടർമാരായ ഷെരീഫ്, നസീബ് എന്നിവർ ഫിസിയോതെറാപ്പി രീതികളും ഉപകരണങ്ങളുടെ ഉപയോഗവും CPR നൽകുന്ന രീതിയും പരിചയപ്പെടുത്തി. രോഗികളുമായി ആശയവിനിമയം നടത്തിയത് അവർക്കേറെ ആശ്വാസം പകരുന്നതായി രോഗികളും അഭിപ്രായപ്പെട്ടു.